ഹായ് ഫ്രണ്ട്സ്, കണ്ണിൽ ഉള്ള ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റി വെജഫ് ഇഞ്ചെക്ഷൻസ്. കണ്ണിനുള്ളിലേക്കുള്ള ഇഞ്ചെക്ഷനുകൾ. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിജനറേഷൻ എന്ന പ്രായം ചെന്ന് കണ്ണിനുള്ളിൽ പ്രശ്നം വരുന്ന ഒരുപാട് ആളുകൾക്ക്, ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി അല്ലെങ്കിൽ രക്തക്കുഴൽ ബ്ലോക്കുകൾ, റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ, ഇതിലൊക്കെയാണ് ആൻറ്റി വെജഫ് എന്ന് പറയുന്ന മരുന്നുകൾ വളരെ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇതിന് പല മരുന്നുകളുണ്ട്. അവാസ്റ്റിൻ എന്നത് ഒരു ആൻറ്റി ക്യാൻസർ മരുന്നാണ്. പക്ഷേ കണ്ണിൽ എല്ലാ ഡോക്ടർമാരും ഓൾ അക്രോസ് ദി വേൾഡ് ഉപയോഗിക്കുന്ന മരുന്നുമാണ്. അത് കണ്ണിൽ ലൈസൻസ്ഡ് അല്ല, പക്ഷേ അതിൻ്റെ ഉപകാരം കാരണം അത് ചീപ്പായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കും. റാണിബിസുമാബ് എന്ന് പറയുന്ന മരുന്നാണ് രണ്ടാമത് ഉപയോഗിക്കുന്നത്. റാണിബിസുമാബ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന മരുന്നാണ്. ആക്സെൻട്രിക്സ് എന്ന പേരിലാണ് അത് ഇന്ത്യയിൽ കിട്ടുന്നത്. അതിൻ്റെ തന്നെ ഇന്ത്യൻ ബയോസിമിലേഴ്സ് അവൈലബിൾ ആണ്. അതിനുശേഷം വരുന്ന ഒരു മരുന്നാണ് അഫ്ലിബെർസെപ്റ്റ് അല്ലെങ്കിൽ ഐലിയ. ഇതിനു മുകളിലുള്ള ഫാരിസുമാബ് അല്ലെങ്കിൽ ബ്രോലുസുസുമാബ് എന്ന മരുന്നുകളും ഇപ്പോൾ ലഭ്യമാണ്. ഈ മരുന്നുകൾ കൂടുതൽ ഡ്യൂറേഷൻ കിട്ടുന്നതും കൂടുതൽ ഇഫക്റ്റീവ് ആവുകയും ചെയ്യുന്നു. മറ്റൊരു ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ് കണ്ണിനുള്ളിൽ ഓസൂർഡെക്സ് എന്ന് പറയുന്ന സ്റ്റിറോയിഡ്. ഈ മരുന്നുകളെ പറ്റിയൊക്കെ കൂടുതൽ അറിയുവാനായി നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കുക.